ഹായ് മക്കളമാരെ, ഞാനേ എൻ്റെ ചെടികൾക്കും പിന്നെ എൻ്റെ കൃഷികൾക്കുമൊക്കെ ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളമൊന്നും കളയത്തില്ല. അപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഏത്തവാഴയുടെ തൊലിയില്ലേ പുഴുങ്ങിയിട്ട്, അല്ല ഏത്തവാഴയുടെ അല്ലാതിട്ടാലും മതി, ആ വാഴയുടെ തൊലി, പിന്നെ മുട്ടയുടെ തോട്, ഉള്ളിത്തൊലി, പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും വെജിറ്റബിളൊക്കെ കിട്ടുകയാണ്. വെജിറ്റബിളിൻ്റെ കട്ട് ചെയ്തതല്ല, ഇങ്ങനെയുള്ളതൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലിട്ട് ഒരാഴ്ച പുളിപ്പിക്കും. വാ കാണിച്ചു തരാം. ഇതാണ് ഇതെന്താ, ഇത് ഞാൻ ഒരാഴ്ച ഇട്ടേക്കുന്നതാണ്. ഒരാഴ്ചയായി ഇത് ഞാനിങ്ങനെ ഒഴിച്ചു വെച്ചിട്ട്. ഈ ഏത്തവാഴയുടെ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങി ഇരിക്കും. ഇതൊക്കെ നല്ലതാണ് നമ്മുടെ ചെടികൾക്കും നമ്മുടെ കൃഷിക്കുമൊക്കെ നല്ലതാണ്. പച്ചക്കറികളൊക്കെ നടുമ്പോഴേ നിങ്ങളും ഇതേപോലെ ചെയ്യണം. കീടനാശിനികളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ കീടനാശിനികളൊക്കെ തളിക്കുന്നതിന് പോലെ ഇതൊക്കെ ഉപയോഗിക്കും. ഇതിനകത്ത് ഈ പഴത്തിൻ്റെ തൊലിയിൽ പൊട്ടാസ്യമൊക്കെ ഉണ്ട്. കാരണം ഉള്ളിത്തൊലിയുടെ ഇത് ഇട്ടാലും നല്ലതാണ്. ഞാൻ എൻ്റെ ടെറസിലുള്ള പച്ചക്കറികൾക്കൊക്കെ ഈ ഉള്ളിയുടെ പൊള്ളിയിട്ടിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ച് ഇട്ടാണ്. അപ്പോൾ ഒരു ഒരു പ്രാണികളോ ഒന്നും നശിപ്പിക്കില്ലായിരുന്നു. പിന്നെ ഇതൊരാഴ്ചയായി. ഇതിനകത്തുനിന്ന് ഞാൻ ഇപ്പോൾ എടുക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഇതിനെ എടുത്ത് ഇത് അരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് അരിക്കണം. ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്നില്ല, നിങ്ങൾ അങ്ങ് അരിച്ചാൽ മതി. അരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അരിക്കണം. ഇതിനെ ഇങ്ങനെ എടുത്ത് ഞാനിതിപ്പോൾ ഇതിൻ്റെ ചെടികൾക്ക് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 മഗ് എടുക്കുന്നത്. ഞാനിതിനകത്ത് എടുത്തേക്കുന്ന 2 മഗ് അല്ല, ഈ പാത്രത്തിൽ 2 പാത്രമാണ്. ഇതിന് 3 ഇരട്ടി വെള്ളം. ഇതിപ്പോൾ 2 ആണെങ്കിൽ 6 മഗ് ഇതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആക്കുന്നത്. അല്ലെങ്കിൽ ഇത് സ്റ്റാർച്ചിൻ്റെ ഇതൊക്കെ വരത്തില്ലേ, പ്രാണികളൊക്കെ. അപ്പം മിക്സ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാനതിനൊഴിക്കുന്നത്. വാ കാണിച്ചു തരാം. കണ്ടോ, വേവണം. എന്നിട്ട് ഇതാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ കൊടുത്താൽ നല്ല ഇതാണ്.